ഹലോ, ഇന്നൊരു ചെറിയൊരു ഈദ് പ്രിപ്പറേഷൻസ് വ്ളോഗാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതിനാകുമ്പോൾ ചിക്കൻ കറി, മട്ടൻ കറി, ഫ്രൈ ഇതൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കാറുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം തൊലിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് ഇതുപോലൊരു ചെറിയ ബോക്സിലാക്കി അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. സാധാരണ ഞാൻ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറില്ല. ഇതുപോലെ പെരുന്നാളായതുകൊണ്ട് തലേ ദിവസം ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീവ്സൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ മേളിലും താഴെയൊക്കെ ടിഷ്യൂ വെച്ചൊന്ന് കവർ ചെയ്ത് ഒരു ബോക്സിൽ അടച്ചു വെച്ചാൽ ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ കറിവേപ്പിലയും നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കറിയൊക്കെ വയ്ക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് മെയിനായിട്ട് സവാള അരിഞ്ഞത് വേണമല്ലോ. അതും ഞാൻ ഇതുപോലെ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ലൈസർ ഇതുപോലെ ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അതും ബോക്സിലാക്കി സൂക്ഷിക്കാറുണ്ട്. അതും പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ തയ്യാറാക്കാനും പറ്റുമല്ലോ. അപ്പം ആ ഒരു പെരുന്നാളിനുള്ള ഹറി ബറിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സർ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ സ്ലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതും ഈ ഒരു സവാളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. നമുക്ക് ഫ്രൈ ആക്കാനൊക്കെ വളരെ നല്ല തിന്നായിട്ടാണ് ഈ ഒരു സവാളയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി മസാലയാണ്. അപ്പോൾ ഗരം മസാല അതൊക്കെ ഹോൾ സ്പൈസസ് ഒക്കെ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അതും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഈദ് പ്രിപ്പറേഷൻസ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈദ് മുബാറക്ക്.